പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഖദീജ മാമാണ്. മാമിന് എല്ലാവർക്കും പരിചയമാണ്. ഞാൻ കൂടുതൽ പരിചയം പിന്നെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. Thank you, Sajina ma'am. Good morning all. Good morning. എന്താണ്, സുഖമാണോ എല്ലാവർക്കും? സുഖാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇപ്പൊ നല്ലൊരു ദിവസം നേരുന്ന എല്ലാവർക്കും, സെഷനിലോട്ട് വന്ന എല്ലാവർക്കും താങ്ക്സ് കേട്ടോ, വെൽക്കം ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൂ സ്റ്റോൾ യുവർ ലൈഫ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത് ചില മോഷ്ടാക്കളെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതം മോഷ്ടിക്കുന്ന ചില മോഷ്ടാക്കളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് നമ്മുടെ ജീവിതം മോഷ്ടിക്കുന്നത്? നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ സന്തോഷം, നമ്മുടെ ഉറക്കം, അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം, പിന്നെ നമ്മുടെ ബന്ധങ്ങള്, അതുപോലെ നമ്മുടെ അവസരങ്ങള്, പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ കറൻസി എന്ന് പറയുന്ന നമ്മുടെ സമയം. പല വ്യക്തികളാലും ഇതൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും അല്ലെ? നമ്മളുടെ മനസ്സമാധാനം കെടുത്തുന്ന വാക്കുകള്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് തടസ്സം നിൽക്കുന്ന പ്രവൃത്തികള്, അതുപോലെ തന്നെ നമ്മുടെ ഉറക്കയില്ലായ്മയിലേക്ക് തള്ളിവിടുക, അതുപോലെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുക, മെന്റലി നമ്മൾ ഒരുപാട് ഡൗൺ ആയി പോവുക, നമ്മുടെ കോൺഫിഡൻസ് കുറക്കുന്ന പെരുമാറ്റങ്ങൾ അവരിൽ നിന്ന് കിട്ടുക, അതുപോലെ നമ്മുടെ കരിയർ ആയാലും ലൈഫായാലും ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോകുന്ന അവസ്ഥ, ഇതൊക്കെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവരായിരിക്കും അല്ലെ നമ്മളെല്ലാവരും. അതുപോലെ നമ്മളെ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവര്, അതുപോലെ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവര്, ഇങ്ങനൊക്കെ പല എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടൈം തെഫ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സമയമാണല്ലേ. ബാക്കിയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും. ഒരു പരിധിവരെ നമുക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് റിക്കവറി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ട സമാധാനങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? അത് കഴിഞ്ഞതാണല്ലേ. ഇനി ആ സമയം നമുക്ക് കിട്ടൂല. നമ്മുടെ വിലപ്പെട്ട വർഷങ്ങള്, അല്ലെങ്കിൽ നമ്മളെ വിലപ്പെട്ട സമയം, അതിനൊരു സെക്കൻഡ് പോലും നമുക്കിനി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. അത് തിരിച്ചു കിട്ടില്ല, കഴിഞ്ഞതാണ്. പക്ഷെ ആ സമയത്തിന്റെ കൂടെ നമ്മുടെ പല അവസരങ്ങള്, അല്ലെങ്കിൽ നമ്മൾ ഉയർച്ചക്ക് കാരണമാകുന്ന പല സാഹചര്യങ്ങള് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ അതിന്റെ കൂടെ, ആ സമയത്തിന്റെ കൂടെ. അപ്പൊ ഈ സമയം മോഷ്ടിക്കുന്നവരെ പറ്റിയാണ് ഫസ്റ്റ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവര് അനാവശ്യ ഡ്രാമകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റക്കാക്കി വെക്കും. മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് അവര് വിടൂല്ല. അതുപോലെ തന്നെ നമ്മളെ എല്ലാ കാര്യത്തിനും വിളിച്ചുകൊണ്ടിരിക്കുക. പല തിരക്കുകളുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുക. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ, സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സ്വന്തമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾക്കോ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ പല ആവശ്യങ്ങൾ നമ്മളെ മുന്നിൽ നിരത്തിയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ട് അത് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം
ഇന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് അവരുടെ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് കൂടി അവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അത്തരം വ്യക്തികളാണ് ഈ ടൈം തെഫ്റ്റിൽ വരുന്നത് അല്ലേ. അപ്പൊ നമ്മളെ സമയങ്ങൾ അതിൻ്റെ കൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വളർച്ച തടയും അല്ലെ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഗ്രോത്തിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് പല അവസരങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനുള്ള പല ചാൻസ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങളോളം അവര് ശരിക്കും പറഞ്ഞ നമ്മളൊരു തടങ്കലിൽ വെച്ച പോലെ മുന്നോട്ടേക്ക് പോകാൻ വിടൂല. നമ്മളൊരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നമ്മളെ പിറകോട്ട് വലിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും കാരണം നമ്മൾ അവിടെ സ്റ്റക്കായി പോവാം. ഇതാണ് ടൈം തെഫ്റ്റിൽ വരുന്നത്. ഇനി സെക്കൻഡ് വരുന്നത് പീസ് തെഫ്റ്റ്. അതായത് നമ്മുടെ സമാധാനം മോഷ്ടിക്കാൻ വരുന്ന ചില മോഷ്ടാക്കള്. ചില ആളുകൾ വരുമ്പം നമുക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവരെ കോളുകൾ വരുമ്പോൾ തന്നെ നമുക്കൊരു ഇറിറ്റേഷൻ ആണ്. ഇല്ലെങ്കിൽ അവരെ മെസ്സേജ് വരുന്ന സമയത്ത് തന്നെ നമുക്കൊരു പേടിയാണ്. അടുത്ത എന്താണാവോ, അടുത്ത സമാധാനക്കേട് എന്താണാവോ ഇവർ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്താണാവോ ഇവർ അതിൽ അയച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ സമാധാനം പോകുന്ന കേസാണെന്ന് നമുക്ക് ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് വരും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റൂല, നമുക്ക് സമാധാനമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ആ ഒരു സമാധാനം നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഈ പീസ് തെഫ്റ്റില് വരുന്നത്. അപ്പൊ നമ്മള് ചില വ്യക്തികളെ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അല്ലെ. അവരുടെ പെരുമാറ്റങ്ങള് അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ ഒട്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതാണ് പീസ് തെഫ്റ്റിൽ വരുന്നത്. അവരുടെ എങ്ങനെങ്കിലും നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തണം എന്നുള്ള ചിന്ത മാത്രമാണ് അവരുടെ ആ ഒരു ചിന്തയിൽ ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ വരുന്നത് ഹാപ്പിനെസ് തെഫ്റ്റ് എന്ന് പറയും. നമ്മുടെ സന്തോഷം മോഷ്ടിക്കുന്ന ചില വ്യക്തികൾ, ചില മോഷ്ടാക്കള്. ഒരു കാലത്ത് ഒരുപാട് ചിരിച്ചു നടന്ന ചില വ്യക്തികള്, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിച്ച, ഒരു കാരണവും ഇല്ലാതെ സന്തോഷിക്കുന്നവരെ പറ്റിയിട്ട് നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും, ഇല്ലെങ്കിൽ നമ്മളെ ചുറ്റിലും ഒരുപാട് ആൾക്കാരെ കാണും അല്ലെ. പലരും പറയുന്ന ആൾക്കാരില്ലേ, അവർക്ക് വലിയ കാര്യമൊന്നും വേണ്ട, ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി മൂഡാണ്, അവർക്ക് എന്തൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല, ലൈഫിൽ എപ്പോഴും ഹാപ്പിയാണ്. ഇങ്ങനെ ചിരിക്കാൻ ഒരു കാരണം വേണ്ടാത്തവർ, അല്ലെങ്കിൽ സന്തോഷിക്കാൻ പ്രത്യേകിച്ചൊരു കാരണം ഇല്ലെങ്കിലും ഒരുപാട് സന്തോഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികള് പെട്ടെന്ന് അവിടെ സൈലന്റ് ആയിട്ട് അവരുടെ മുഖത്ത് ചിരി മാഞ്ഞു പോവാം, അവരുടെ സന്തോഷം ജീവിതത്തിൽ നിന്ന് പോവാന്ന് പറയൂ അല്ലെ. അവര് പിന്നെ ഒരുപാട് സന്തോഷങ്ങള് അനുഭവിക്കേണ്ട അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കേണ്ട അവസരങ്ങളിൽ പോലും അവർക്കതിന് പറ്റാതെ, മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റാതെ ആ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നവരാണ് ഹാപ്പിനെസ് തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒക്കെ സന്തോഷം നമ്മൾ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. പക്ഷെ ചില വ്യക്തികൾ, ഇത്തരത്തിലുള്ള ചില വ്യക്തികൾ കാരണം നമ്മുടെ മുഖത്തെ ചിരി മാഞ്ഞു പോവാന്ന് പറയല്ലേ. ഒരു വ്യക്തികളെ ഏറ്റവും കൂടുതൽ ആ വ്യക്തികളെടുത്ത് ചെയ്യുന്ന അപരാധത്തിൽ ഒന്നെന്താണ്? ഒരു മനുഷ്യന്റെ ചിരി മായ്ക്കുക എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ആ ഒരു പുഞ്ചിരി അത് മായ്ക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഒരാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. ഇനി വരുന്നത് സ്ലീപ്പ് തെഫ്റ്റ് എന്ന് പറയും. നമ്മൾ ഉറക്കം മോഷ്ടിക്കുന്ന ചില മോഷ്ടാക്കൾ അല്ലെ. അവരുടെ വാക്കുകൾ, പ്രവൃത്തികൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ. പലതരം ഓവർ തിങ്കിങ്ങിലൂടെ അല്ലെങ്കിൽ പലതരം ഡിപ്രഷനിലൂടെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ, അവരിൽ നിന്നുണ്ടായ നേരിട്ട ഓരോ അനുഭവങ്ങൾ കാരണം നമുക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അവര് പറഞ്ഞ വാക്കുകൾ നമ്മളെ കാതിൽ മുഴങ്ങുക, കണ്ണടച്ചാൽ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള മെമ്മറീസ് വരിക, അവര് തന്നിട്ടുള്ള ഒരുപാട് വേദനകൾ നമ്മളെ മുന്നിലോട്ട് വരിക. അത് കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരിക അല്ലെ. ഡിപ്രഷൻ വന്ന് അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലൂടെ സ്ട്രെസ് വന്നിട്ട് നമുക്ക് ഒരുപാട് ആൻസൈറ്റി പോലുള്ള
അതിലേക്കൊക്കെ പോയിട്ട് നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇതാണ് എന്താ ഏത് തെഫ്റ്റിൽ വരുന്നത്? സ്ലീപ്പ് തെഫ്റ്റിൽ വരുന്നത്. ഇനി വരുന്നത് മണി തെഫ്റ്റ് ആണല്ലേ. അത് ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കടം വാങ്ങിയിട്ട് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ അല്ലേ. നമ്മളേല് സെന്റിമെന്റ്സ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളേൽ അവരെ വേദനകൾ പറഞ്ഞിട്ട് നമ്മളേന്ന് കടം വാങ്ങുക, പിന്നെ നമ്മൾ അവരെ ബാക്കിൽ യാചകരെ പോലെ പോവുക നമ്മളെ പൈസക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ളവരെയാണ് ഈ മണി തെഫ്റ്റ് എന്ന് പറയുന്നത്. അവരെപ്പോഴും നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരുടെ കുറെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരെ കുറെ ഇമോഷണൽ ആയിട്ടുള്ള കുറെ അഭിനയങ്ങളൊക്കെ കാണേണ്ടി വരിക, പിന്നെ അവർ സ്കാം ചെയ്യുക. ഇതിലൂടെ ഒക്കെ നഷ്ടപ്പെടുന്നത് നമ്മളെ പൈസ മാത്രല്ലല്ലേ. അവിടെ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ട്രസ്റ്റ് ആൻഡ് ബിലീവ്. നമ്മൾ ഒരിക്കലും പിന്നെ അവരുടെ വാക്കുകളെ വിശ്വസിക്കൂല, അവരെ നമുക്ക് ഒരിക്കലും സത്യസന്ധരായിട്ട് തോന്നൂല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. അപ്പൊ ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ സെൽഫിനോടൊന്ന് ചോദിച്ചു നോക്കിയേ, നമുക്ക് പണ്ടത്തെ പോലെ ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എനിക്കിപ്പോഴും സ്വപ്നങ്ങളുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളെ സെൽഫിനോട് ചോദിച്ചേ. നമ്മുടെ കരിയർ എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടോ? നമ്മൾ തന്നെ നമ്മളുടെ സെൽഫിനോടൊന്ന് ചോദിച്ചു നോക്കി. ഇത്തരത്തിലുള്ള ഈ മോഷ്ടാക്കള്, നമ്മുടെ വ്യക്തിത്വം വരെ മോഷ്ടിക്കുന്ന ഈ മോഷ്ടാക്കള് കാരണം നമ്മുടെ ജീവിതം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളെ സെൽഫിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കട്ടോ. അപ്പോൾ ഓരോ ജീവിതത്തിലും എല്ലാ വ്യക്തികൾക്കും ചില ഇരുണ്ട കാലം വരുന്നതാണ് അല്ലെ. എപ്പോഴും നമുക്ക് സന്തോഷ സമാധാനമൊന്നുമല്ല. ചില പ്രശ്നങ്ങള്, ചില പ്രതിസന്ധികളൊക്കെ നമ്മളെ ജീവിതത്തിൽ വരും. അപ്പം ഇതൊന്നും നമ്മളെ തളർത്താനാവരുത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമായിട്ട് നമ്മളൊരു പുതിയ ജീവിതം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിനെ റിക്കവർ ചെയ്തിട്ട് വരിക? ഇത്തരം വ്യക്തികളാൽ ഉണ്ടായ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഈ റിക്കവറി എങ്ങനെ പറ്റും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ? കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട് മാം. വളരെ സൈലന്റ് ആയതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. കേൾക്കുന്നുണ്ട്. നല്ല ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് മാഡം. ഹാപ്പി മോർണിംഗ് സർ. അപ്പൊ നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമ്മൾ അതിലൂടെ പോകുന്നുണ്ടായിരിക്കാം. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത് നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് വരുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെക്കൻഡോ, കട്ട് ടോക്സിക് പീപ്പിൾ എന്ന് പറയും അല്ലേ. നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ സന്തോഷത്തിന് വിലങ്ങുതടിയാവുന്ന നെഗറ്റീവ് വ്യക്തികളെ അവരുടെ അടുത്ത് നിന്ന് നമ്മളൊന്ന് ഡിസ്റ്റൻസ് നിൽക്കുക എന്ന് പറയും. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, പക്ഷെ അവരെ നമുക്ക് ഒഴിവാക്കാനാവൂല അല്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേതോ, ഫോർഗിവ് യുവർ പാസ്റ്റ് എന്നാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ അവിടെ പോയിട്ട് പ്രത്യേകിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, അവിടെ നിന്നൊന്നും നേടാനുമില്ല. അത് കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ബിൽഡ് റുട്ടീൻ. ഇങ്ങനെയുള്ള ചില മോഷ്ടാക്കൾ കാരണം നമ്മളെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തിയ ഈ വ്യക്തികൾ കാരണം നമ്മുടെ ലൈഫിൽ റുട്ടീനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും അല്ലേ. രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റൂല. പല കാര്യങ്ങൾ നമ്മൾ പിന്നത്തേക്ക് വെക്കും. നമ്മൾ ഒരുപാട് സമാധാനം ഇല്ലാത്ത സമയത്തൊക്കെ അല്ലെങ്കിൽ സന്തോഷം ഇല്ലാത്ത സമയത്ത് ഒരു വർക്കും നമുക്ക് ചെയ്യാൻ പറ്റൂല, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ
എനിക്കിപ്പോ മൂഡില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, ഇല്ലെങ്കിൽ അത് പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് ലീവ് എടുക്കുന്നവരുണ്ട് അല്ലേ. എന്റെ മൈൻഡ് ശരിയല്ല, ഞാൻ പിന്നെ വന്ന് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. മക്കളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങളോ ഒക്കെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് പിന്നെ ചെയ്യാൻ എനിക്ക് ഇന്നൊന്നും മൂടില്ല, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോവാനുണ്ടാവും അത്യാവശ്യമായിട്ട്, അതും നാളത്തേക്ക് മാറ്റി വെക്കുക. എനിക്ക് ഇന്നൊന്നും ഒരു ഹാപ്പി ഇല്ല, എനിക്കൊന്ന് കിടന്നാ മതി, അല്ലെങ്കിൽ എനിക്കൊന്ന് തനിയെ ഒന്ന് ഇരുന്നാ മതി, ഏകാന്തതയിലേക്ക് പോകും അല്ലെ. ഒരുപാട് ചിന്തിച്ചിട്ട് കാടൊക്കെ കയറിയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം അവര് സ്റ്റക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു റുട്ടീന് നമ്മൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മളെ ലൈഫിലെ ഡിസിപ്ലിന്, അല്ലെങ്കിൽ ഡെയിലി റുട്ടീന് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എക്സസൈസ്. അതൊക്കെ മുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്ന വ്യക്തികള്, ഇപ്പോ എന്തെങ്കിലും ഡോക്ടേഴ്സിന്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഷുഗർ പേഷ്യന്റിനൊക്കെ ഡെയിലി ഇത്ര നടക്കണം, നടത്തം നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. പക്ഷെ ചില വ്യക്തികൾക്കൊക്കെ വാക്കിങ് നിർബന്ധമാക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ മടി പിടിച്ചിട്ട് അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത കാരണം അതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രേ ആൻഡ് മെഡിറ്റേഷന്. കാരണം നമ്മളെ മൈൻഡൊക്കെ വീക്കായിട്ടുണ്ടാവും. നമ്മളൊരു നല്ല പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനോ നമ്മളിലേക്കൊന്ന് അലിഞ്ഞു ചേർന്നിട്ട് എത്രയോ ദിവസങ്ങളായിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ മാസങ്ങളായിട്ടുണ്ടാവാം. നമുക്ക് വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, ഞാൻ എന്ത് പറഞ്ഞിട്ടും ദൈവം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവം ഉത്തരം തരുന്നില്ല, ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ കാണാറുണ്ടല്ലേ. ആ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസ്ഥ. അപ്പൊ അതൊക്കെ നമ്മൾ പ്രയർ മെഡിറ്റേഷൻ ഒക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന ഒരു ഫുഡാണല്ലേ, ശരീരത്തിന് നമ്മൾ ഫുഡ് കൊടുക്കുന്ന പോലെ മൈൻഡിന് കൊടുക്കുന്ന ഫുഡാണ്. അതിന് എനർജിക്ക് വേണ്ടിയിട്ട്, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കാര്യമാണ് മെഡിറ്റേഷന്, പ്രയർ ഒക്കെ. ഇനി അടുത്തത് വരുന്നത് ലേൺ ന്യൂ സ്കിൽ എന്നാണ്. നമ്മൾ പുതിയത് എന്തെങ്കിലും പഠിക്കുക അല്ലേ. നമ്മൾ പലപ്പോഴും കരിയറൊക്കെ പകുതിക്ക് വെച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യുന്ന സമയത്തായിരിക്കും പല പ്രശ്നങ്ങൾ വന്നിട്ട് അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടാവുക. അപ്പൊ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ്? നമുക്ക് നല്ല വിൽ പവർ ഉണ്ടാവും അല്ലെ. എന്ത് വന്നാലും ഇനി എന്നെ ഏൽക്കില്ല, ഞാൻ പിടിച്ചു നിൽക്കും, ഇനി എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നുള്ള കുറേ പ്രതിസന്ധികൾ തരണം ചെയ്ത മനുഷ്യന് പിന്നീട് വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും വലിയ വാല്യൂ ഒന്നും ഉണ്ടാവൂല. അതൊക്കെ അതിന്റെ വഴിക്കങ്ങ് നടന്നു പോയിക്കോളും, ഞാൻ എൻ്റെ വഴിക്കങ്ങ് നടക്കും എന്നുള്ള ആ ഒരു ചിന്ത വരുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സിന് ശക്തി കിട്ടുമ്പോഴാണ് അല്ലെ. എന്തും നേരിടാനുള്ള ആ ഒരു ഉൾക്കരുത്ത് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ചേഞ്ച് ആവുന്നത്. അതുപോലെ തന്നെ കൂടുതൽ മെച്യൂരിറ്റി. ചില കാര്യങ്ങളിലൊക്കെ, ചില പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് കാലങ്ങളോളം ഇരുന്നും കിടന്നൊക്കെ കരഞ്ഞവര് അതൊന്നും ഇനി വേണ്ട, കരയേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോഴും കരയാനുള്ളതല്ല ലൈഫ്. മെച്യൂരിറ്റി ആയിട്ട് ചിന്തിക്കുക. ഇല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിലവിളിച്ച് കരഞ്ഞവരും നെഞ്ചത്തടിച്ച് കരഞ്ഞവരൊക്കെ ഉണ്ടാവും അല്ലെ നമ്മളെ കൂട്ടത്തിലൊക്കെ. ഇതൊക്കെ ഒന്നുമില്ല. അതൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ലെവലിൽ ചിന്തിക്കാനുള്ള മനസ്സ് നമ്മൾ ആർജിച്ചെടുക്കുന്നുള്ളതാണ് ഈ റിക്കവറിക്ക് ശേഷം വരുന്നത്. അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒന്നിക്ക് പേരൻസിന്റെ സഹായം വേണം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ സഹായം വേണം, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ സഹായം വേണം. സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ എപ്പോഴും പേടിയാണെന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്. ജീവിതത്തിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ലെ. ആ സമയത്ത് നമുക്കൊരു പേടിയും കൂടാതെ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കിട്ടും. അതുപോലെ തന്നെ നല്ല ചിന്തകൾ വരും. പല പ്രശ്നങ്ങൾ വരുമ്പോഴും എനിക്കിനി ജീവിച്ചിട്ട് എനിക്ക് കാര്യമില്ല, മരിച്ചാ മതി, ഇനി എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള പല നെഗറ്റീവ് തോട്ടുകൾ ഉണ്ടാവും. അതിന് അറ്റംപ്റ്റ് ചെയ്തവരുണ്ടാവാം, ഇല്ലെങ്കിൽ എപ്പോഴും മരണചിന്തകളുമായിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ മാറിയിട്ട്
നല്ല ചിന്തകള്, നമുക്കിനി സക്സസിലോട്ട് പോകണം, എൻ്റെ ജേണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇനി എനിക്ക് സക്സസിലോട്ട് പോകണം എന്നുള്ള നല്ല തീരുമാനങ്ങളും ചിന്തകളും ഇതിന് ശേഷം വരും അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ബന്ധങ്ങൾ നമ്മളെ ലൈഫിലോട്ട് വരിക എന്നുള്ളത്. ഇത്തരം നെഗറ്റീവ് വ്യക്തികളെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മുന്നിൽ അവരെ കാണുള്ളൂ അല്ലേ. കാരണം നമ്മൾ ആ വ്യക്തികളിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റിലും നമ്മൾ അടിമപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമ്മൾ അവിടെ കുരുങ്ങിപ്പോയി. നല്ല ബന്ധങ്ങളൊന്നും നമുക്ക് ഉണ്ടാവൂല. ഈ നെഗറ്റീവ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവൂ. പക്ഷെ ഇവരെ നമ്മൾ ഡിസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവരെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ബന്ധങ്ങൾ, അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവര്, നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവര്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ലൈഫിൽ ഒരു കാര്യം ചെയ്യുമ്പം അതിന് വാക്കുകൾ കൊണ്ടെങ്കിലും നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നവര്, അതേപോലെ പോസിറ്റിവിറ്റി നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നവരൊക്കെ നമ്മളെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അല്ലെ. നിങ്ങളൊക്കെ ഒന്നത് എന്താ പറയാ, പരീക്ഷിച്ചോക്കെ കേട്ടോ. നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ഡിസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മളിലോട്ട് എത്തിപ്പെടുന്നുണ്ടാവുക. ഇനി നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്താലോ? റെഡി അല്ലേ? റെഡി. ഓക്കെ, എന്നാൽ ഇത്തിരി നേരം എല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കുക കേട്ടോ. കണ്ണുകൾ അടച്ചോ? ഓക്കെ. ഇനി നിങ്ങളെ ജീവിതത്തില് ഇത്തരത്തിലുള്ള വ്യക്തികള് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ സമാധാനമോ സന്തോഷമോ അങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തിയ വ്യക്തികള് ആരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം, കൂടെ ഉള്ളവരോ അല്ല ഇപ്പോഴില്ലാത്തവരോ ഒക്കെ ആയിട്ട്. അപ്പൊ അവരെ പറ്റി ഒന്ന് ആലോചിക്കുക, അവരെ പിക്ചർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും കേട്ടോ നിങ്ങള്, ആ വ്യക്തിനെ പറ്റിയിട്ട്. എന്നിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, ആ വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കൂ കേട്ടോ. ഇനി നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് വശം ഒന്ന് ചിന്തിക്കുക കേട്ടോ. ആ വ്യക്തി ഉള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റി, ഓക്കെ, എനിക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, ജീവിതത്തിൽ എനിക്ക് വിജയിച്ച് കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ പല സ്വപ്നങ്ങള് ഇപ്പോഴും അതിന് തിളക്കം കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മൾ അത് സക്സസിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണിയിലാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വാശിക്കാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ള പോസിറ്റീവ് തോട്ട് നമ്മളെ ജീവിതത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആ വ്യക്തികൾ കാരണം കിട്ടിയിട്ടുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ എങ്ങനെ ജീവിക്കണം എന്ന് പഠിച്ചില്ലേ, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞില്ലേ, പഠിച്ചില്ലേ. ഓരോ വ്യക്തികളാ എവിടെ നിർത്തണം, ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചില്ലേ. ഇന്ന വ്യക്തികൾ നമ്മളെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കൂ, അവരെ കൊണ്ട് നമുക്ക് എപ്പോഴും സങ്കടേ കിട്ടൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായില്ലേ. നമ്മൾ ജീവിതം ഒരു കോഴ്സ് പോലെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. നമ്മൾ ചില കോഴ്സുകൾ പഠിക്കാറുണ്ട്, അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടാറുണ്ട്, എക്സ്പീരിയൻസ് കിട്ടാറുണ്ട്. അതുപോലെ ഈ ഒരു ജേണി, നമ്മൾ ഈ ജീവിതത്തിന്റെ ഒരു ജേണിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ ജീവിതം ഒരു കോഴ്സായിരുന്നു. അവിടെ നമ്മൾ പല പ്രശ്നങ്ങൾ പഠിച്ചു, എങ്ങനെ അത് തരണം ചെയ്യണം എന്ന് പഠിച്ചു, പ്രതിസന്ധികൾക്ക് മുന്നിൽ എങ്ങനെ പതറാതെ മുന്നോട്ട് പോകണം എന്ന് പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന് പഠിച്ചു അല്ലേ. അപ്പൊ ഇതൊക്കെ സഹായിച്ചത് ആരാണ്? ആ വ്യക്തിയാണ് സഹായിച്ചത് അല്ലേ. അവരുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഇപ്പോഴുള്ള ജീവിതം, ചിലപ്പോൾ ശ്വാസം എടുക്കാൻ വേണ്ടി പോലും നമ്മൾ മടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ അടിമപ്പെട്ട്, നമുക്ക് അതിന് പോലും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ജീവിതം പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പൊ നമ്മൾ മര്യാദക്ക് ശ്വാസം എടുക്കുന്നുണ്ട് അല്ലേ, സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ ആര് കാരണമാണ്? ആ വ്യക്തികൾ കാരണമാണ്. ഈ ഒരു തിരിച്ചറിവിലോട്ട് നമ്മൾ എത്തുകയാണ് വേണ്ടത്. ഇനി മെല്ലെ ഒന്ന് കണ്ണുകൾ തുറന്നു കേട്ടോ.
എന്താണ് എല്ലാവരുടെ എക്സ്പീരിയൻസ്? അങ്ങനെയുള്ള വ്യക്തികളെ ഓർമ്മ വന്നോ ആർക്കെങ്കിലും ഒക്കെ? വന്നു. താങ്ക് യു കോമളവല്ലി മാം റെസ്പോണ്ട് ചെയ്തതിന്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളെ ജീവിതത്തിന്റെ താഴേക്ക് വലിച്ചിടാൻ വേണ്ടി ശ്രമിച്ച വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയല്ലേ? അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് ഈസിയാണ്. കാരണം അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. രണ്ടാമത് പഠിച്ചത് എന്താണ്? ചെറിയ ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കാൻ വേണ്ടി പഠിച്ചില്ലേ? വലിയ സന്തോഷങ്ങൾ വന്നാലേ ഞാൻ സന്തോഷിക്കൂ, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ നടന്നാലേ ഞാൻ ഹാപ്പി ആവൂ എന്നുള്ള ആ ഒരു തോട്ട് മാറ്റിയിട്ട് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപാട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ? മൂന്നാമത് പഠിച്ചത് എന്താണ്? പരാജയത്തെ പേടിക്കാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടാൽ ഇനിയും ഞാൻ ട്രൈ ചെയ്യും. കാരണം എൻ്റെ ലക്ഷ്യം എന്താണ്? അവരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ അതും നമ്മൾ പഠിച്ചു. എല്ലാറ്റിലും ഉപരി അതിലും വലിയൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? സെൽഫ് ലവ്. ഇത്തരം വ്യക്തികൾ കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ റെസ്പെക്ട് ചെയ്യാനും ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും അല്ലെ? സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, ഇതൊന്നും നമ്മളെ ജീവിതത്തിലേ ഉണ്ടായിട്ടുണ്ടാവൂല. പക്ഷെ ഇതൊക്കെ ഇപ്പൊ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമുക്ക് അകറ്റി നിർത്താനുള്ള, എന്നെ ആർക്കും വേദനിപ്പിക്കാൻ ഞാൻ വിട്ടുകൊടുക്കൂല, ഞാൻ സ്വയം നഷ്ടപ്പെടുത്തൂല, അതുപോലെ തന്നെ മറ്റുള്ളവരെന്നെ നശിപ്പിക്കാനും ഞാൻ സമ്മതിക്കൂല എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള തോട്ട് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ റിക്കവറിക്ക് ശേഷം ഉണ്ടായ തിരിച്ചറിവുകൾക്ക് ശേഷം. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു കഥ പറയാം കേട്ടോ. ഒരു വയോധികനായ ഒരാള് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു യുവാവ് അവിടേക്ക് നടന്നു വന്നത്. ഈ വയോധികന്റെ അടുത്തിരുന്നു. ആ യുവാവിന്റെ കണ്ണുകളിൽ ഉറക്കക്ഷീണം. എത്രയോ നാളുകളായിട്ട് അയാൾ ഉറങ്ങിയിട്ടില്ല. ശരീരം മൊത്തം ടയേർഡായിട്ട് അത് അയാളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കാണുന്നുണ്ട്. അയാളെ വാക്കുകളൊക്കെ ഫുൾ ക്ഷീണം പിടിച്ചിട്ടുണ്ട്. അയാൾ അസ്വസ്ഥനാണ്. അയാൾ ആകെ തകർന്നിരിക്കുകയാണ്. ആ വയോധികൻ ചോദിച്ചു യുവാവിനോട്, മകനെ, നിനക്ക് എന്താണ് ഇത്ര വിഷമം? എന്താണ് നിന്നെ അലട്ടുന്ന പ്രശ്നം? അപ്പോ ആ യുവാവ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ ചേർത്ത് നിർത്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ വിശ്വസിച്ചു. പക്ഷെ അവരൊക്കെ എന്നെ ചതിച്ചു. അവര് കാരണം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, എൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു, ലാസ്റ്റ് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. ഇതാണ് അയാള് ആ ഒരു വയോധികനോട് പറഞ്ഞത്. വയോധികൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം അവരെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് തന്നെ ഇരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ട്രെയിൻ വന്നു. അതില് 100 കണക്കിന് ആളുകൾ കയറിയിട്ട് പോയി. 2 മിനിറ്റിന് ശേഷം ട്രെയിന് പോയി. ആളുകൾ കയറി, ട്രെയിന് പോയി. അത് കഴിഞ്ഞപ്പോ ആ വയോധികൻ യുവാവിനോട് പറഞ്ഞു, മകനെ, ഇതാണ് ജീവിതം. കാരണം ആ ട്രെയിൻ ആരെങ്കിലും വേണ്ടി കാത്തിരുന്നോ? ഇനിയും ആരെങ്കിലും വരട്ടെ, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കയറാൻ ഉണ്ടാവോ? കാത്തിരുന്നോ? ഇല്ല. അത് അതിന്റെ ടൈമിന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. കാരണം എന്താണ്? അതിന്റെ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? അവിടെ ഓരോ മനുഷ്യന് വേണ്ടിയിട്ട് കാത്തിരിക്കാനോ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കോ ട്രെയിന്? അത് അതിന്റെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ കൃത്യസമയത്ത് മുന്നോട്ടേക്ക് പോകണം. ജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരാ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ നമ്മളെ തന്നെ മുന്നോട്ടേക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോയി അതുപോലെ നീ ജീവിതത്തിൽ മുന്നോട്ട് പോ എന്നാണ് ആ വയോധികൻ യുവാവിന് കൊടുത്ത ഉപദേശം. അതുപോലെ തന്നെ അന്ന് അയാൾ ഒരു കാര്യം മനസ്സിലാക്കി. എന്താണെന്നറിയോ? എന്നെ തോൽപ്പിച്ചത് വ്യക്തികളല്ല, അവരുടെ ശബ്ദങ്ങളാണ്. കാരണം അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന കൂട്ടത്തില് അല്ലെങ്കിൽ ഉപദേശിക്കുന്ന പോലെ നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില വ്യക്തികൾ ഉണ്ടാവും അല്ലെ? നീ അത് ചെയ്താൽ ശരിയാവൂല, നീ ഇങ്ങനെ ചെയ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഫുൾ കൺഫ്യൂഷൻ ആക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവും.
അതായത് ജീവിതത്തിലേക്ക് വരുന്ന തെറ്റായ ആളുകൾ, റോങ് പീപ്പിൾ, നമ്മളെ ജീവിതത്തിലേക്ക് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാനുണ്ടാവോ? ഇല്ല. ആ വ്യക്തികളിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിരിക്കും. അത് നമ്മളെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും. നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. അപ്പൊ നമ്മൾ നിന്റെ നല്ലതിനാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ ഒന്നല്ല, ഒരു 10 പ്രാവശ്യം നമ്മൾ ആലോചിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാ. ഉള്ളതാണോ? അതിന്റെ നാനാവശങ്ങൾ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും അവിടെ എടുക്കേണ്ട തീരുമാനം. ഇല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകും. നമുക്കൊരു തീരുമാനം ഇല്ലാതായി പോകും അല്ലെ? മറ്റുള്ളവരുടെ തീരുമാനത്തിൽ കുരുങ്ങിക്കിടന്നിട്ട് മറ്റുള്ളവര് നമ്മളെ റിമോട്ട് ചെയ്യാന്ന് പറയും. നമ്മളെ ജീവിതം അവരെ കൺട്രോൾ ചെയ്യും. അങ്ങനാണോ വേണ്ടത്? നമ്മുടെ ജീവിതം, നമ്മുടെ സന്തോഷ സമാധാനം, ഇതിന്റെ ഒക്കെ റിമോട്ട് കൺട്രോൾ നമ്മളെ കയ്യിൽ സൂക്ഷിക്കുക എപ്പോഴും. അതൊരിക്കലും മറ്റുള്ളവരുടെ അടുത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ ജീവിതത്തിൽ പല മോശാനുഭവങ്ങൾ വരും. അതൊക്കെ ഒരു ബുക്കായിട്ട് നമ്മൾ കാണുക. അതിലൊരു അധ്യായം മോശമാണെന്ന് വിചാരിച്ചിട്ട് ആ ബുക്ക് മൊത്തം മോശമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരു ഫിലിം ആയാലും ഒരു ബുക്കായാലും അതിനൊരു ക്ലൈമാക്സ് ഉണ്ടാവും അല്ലെ? നല്ല ക്ലൈമാക്സ് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആ പഴയ പേജുകളൊക്കെ നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ലൈഫിൽ നിന്ന് കീറിക്കളഞ്ഞിട്ട് പുതിയ പേജ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിക്കുക. കാരണം നമുക്കിപ്പോൾ ശ്വാസമുണ്ട്, നമുക്കിപ്പോൾ ജീവനുണ്ട്, നമുക്കിപ്പോൾ തീരുമാനങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാം. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നു മുതൽ പുതിയൊരു യാത്ര തുടങ്ങുകയാണെന്നുള്ള ആ ഒരു റീസ്റ്റാർട്ട് അത് മൈൻഡിൽ വെക്കുക. ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ നിങ്ങളെ ഫീഡ്ബാക്ക്, എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഏത് വ്യക്തികളെ ആയാലും അവരെ അതേപടി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അവര് അങ്ങനെയാണ്, അത് കാരണം നമ്മള് അതിന് ബോധം ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചേക്കണേ, അവരങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ടാവണം. പിന്നെ താങ്ക് യു. ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും കൂടി കുഴഞ്ഞതാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊരു ദുഃഖം വരുമ്പോൾ അതിൽ കൂടുതലായിട്ട് വിഷമിക്കുകയോ, സന്തോഷം വരുമ്പോൾ അതിൽ കൂടുതലായിട്ട് സുഖം വരുമ്പോൾ അതിൽ കൂടുതലായിട്ട് സന്തോഷിക്കുകയോ ചെയ്യണ്ട. അപ്പോഴും നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഒരു ദുഃഖം വരുമ്പോൾ അതിന്റെ അപ്പുറം ഒരു സന്തോഷം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. മറ്റുള്ള വ്യക്തികളെ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. കേൾക്കാം, ഈ ചെവികളെ കേട്ട് അപ്പുറം ചെവികളെ കളയുക. വേണ്ടത് മാത്രം നമ്മൾ സ്വീകരിക്കുക, വേണ്ടാത്തത് അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു മാഡം. രാവിലെ തന്നെ നല്ലൊരു എനർജി കിട്ടി. താങ്ക് യു. താങ്ക് യു സോ മച്ച് കോമളവല്ലി മാം. ഞാൻ മെഹബൂബ്. നല്ല ക്ലാസ് ആയിരുന്നു. കുറെ കാലത്തിന് ശേഷം വീണ്ടും ക്ലാസ്സിൽ കയറാൻ പറ്റി. പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ലവരായിട്ട് കടന്നു വരുന്നവര് പിന്നീട് നമുക്ക് വെറുക്കപ്പെട്ടവരായിട്ട് മാറി പോവാണല്ലോ അല്ലെ? അങ്ങനെ നമ്മള് പലരും പറയാറുണ്ട്, നമ്മളെ ചതിച്ചവരെ അല്ലെങ്കിൽ നമ്മളെ വഞ്ചിച്ചവരെ നമ്മൾ ഒരിക്കലും ഓർക്കാൻ പാടില്ല, ആ ഭാഗം തന്നെ ചിന്തിക്കരുത് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു മാറ്റാണ് സംഭവിച്ചത് അല്ലെ? യഥാർത്ഥത്തില് നമ്മുടെ ജീവിതം കവർന്നെടുത്തവരെ അല്ലെങ്കിൽ നമ്മളെ വിഡ്ഢികളാക്കിയവരെ അങ്ങനെയുള്ളവരെ ഓർക്കാൻ ഒരു അവസരം കിട്ടാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തില് ശരിയാണത്. കാരണം നമ്മളുടെ ജീവിതം ഇല്ലാതാക്കിയവരെ, അതായത് മാമ് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളെ തന്നെ നമ്മളോട് സെൽഫായിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മളവരെ എല്ലാം കൊണ്ടും മറന്നു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ മറന്നു പോവാണ്. അപ്പൊ ആ ഒരു അവസരം തന്നതിന് വളരെ നന്ദി. കാരണം നമ്മളുടെ ജീവിതത്തിൽ പലതും കവർന്നെടുത്തവരെ ഓർക്കാൻ പറ്റി ഈ ഒരു സമയത്ത്.
താങ്ക് യു മാം. താങ്ക് യു സർ. നല്ല ക്ലാസ് താങ്ക് യു മെഹബൂബ്. താങ്ക് യു സോ മച്ച്. എന്റെയും ഒരു ഗുഡ് മോർണിംഗ്. ചിന്ത കേട്ടോ, ഒരു മിനിറ്റ് ആൻസർ സർ. എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ അവരെ മറക്കാൻ പാടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ, നമ്മളെ വിഡ്ഢികളാക്കിയതൊക്കെ നമുക്ക് മറക്കാം, ഫോർഗീവ് ചെയ്തു കൊടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ആ വ്യക്തികളെ മറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂലായിരിക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തികൾ ഉള്ളതുകൊണ്ടാണല്ലേ നമ്മൾ ചില സമയത്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ സംഭവിക്കും. ജീവിതത്തിൽ അതെ, അപ്പൊ മോഷ്ടാക്കളെ മറക്കാൻ പാടില്ല. അതെ അതെ അതെ. താങ്ക് യു സുജ മാം. മാം ഗുഡ് താങ്ക് യു. മോർണിംഗ്. അവരുടെ മെസ്സേജ് കണ്ടിരുന്നു. താങ്ക് യു. ആൻസർ സർ പറഞ്ഞോളൂ കേട്ടോ. വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. രാവിലെ തന്നെ ഫുൾ ബൂസ്റ്റിംഗ് ആണ്. നമ്മുടെ ലൈഫിൽ ഇതുപോലെയുള്ള ആളുകളും നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഇതുപോലുള്ള ആളുകൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിലെ സക്സസിന്റെ പിറകില്, ഒട്ടുമിക്ക ആളുകളുടെ സക്സസിന്റെ പുറകിലും ഇതുപോലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ജീവിതം പഠിച്ചു വരുന്നതും നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഈ ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യാന്നൊക്കെ പഠിച്ചതെല്ലാം ഇതുപോലുള്ള ആളുകൾ കാരണമായിരിക്കും. അപ്പോ നമ്മളുടെ വരുന്ന പ്രതിസന്ധികളിലെല്ലാം ഇതുപോലുള്ള പോസിറ്റിവിറ്റികൾ നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുക, നമുക്ക് അവരിൽ നിന്നുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പരാജയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് അതിൻ്റെ നിന്നുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്താനൊക്കെ നമ്മളെ സഹായിച്ചതെല്ലാം ഇവരാണ്. പിന്നെ ഇവര് ചെയ്ത ആ ബുദ്ധിമുട്ടുകൾ എപ്പോഴും നമ്മുടെ മൈൻഡിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞ പോലെ അത് ഫോർഗീവ് ചെയ്ത് കളയുക. എന്നിട്ട് അവർക്ക് എപ്പോഴും നമ്മള് മനസ്സുകൊണ്ട് നന്ദി കൊടുക്കുക, ഗ്രാറ്റ്യൂഡ് ഉണ്ടാവുക മനസ്സുകൊണ്ട്. എന്തായാലും അവര് കാരണം കൊണ്ടാണ് നമ്മളെ ലൈഫ് ഉണ്ടായത്, ഉറപ്പാണത്. നമ്മളെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോ നന്ദി പറയാ, ലൈഫ് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. എനിവേ നല്ലൊരു തിരിച്ചറിവും നല്ലൊരു ബൂസ്റ്റിംഗും കിട്ടി. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് അൻസർ സർ. അതെ, നമ്മൾ ആ ഒരു മനസ്സിന്റെ ഭാരം കുറക്കാനാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഫോർഗീവ് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ തീർച്ചയായും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ മനസ്സൊന്ന് എന്താ പറയാ, സമാധാനത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഫോർഗീവ് ചെയ്തു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാല് അവരെ നമ്മൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നന്ദിയോടെ ഓർക്കുക എന്നുള്ളത്. കാരണം അവരെന്ത് ചെയ്താലും ആരെന്ത് ചെയ്താലും നമ്മൾ അതേ ആ ഒരു നാണയത്തിൽ തിരിച്ച് ചെയ്യാനോ പറയാനോ പോകുന്നതിന് പകരം നമ്മൾ നമ്മളെ കരിയർ അല്ലെങ്കിൽ നമ്മളെ ഫീൽഡിലോട്ട് വന്ന് അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക, നല്ല മാറ്റങ്ങൾ വരുത്തുക, സക്സസിലോട്ട് പോവുക. ഇതൊക്കെയാണ് ഏറ്റവും നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അത് നമ്മളെ സെൽഫിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഖദീജ മാം, ഗുഡ് മോർണിംഗ്. സീന മാം പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സെഷൻ ഞാൻ ലേറ്റ് ആയിട്ടാണ്. ഞാൻ ഇപ്പോൾ പലപ്പോഴും ലേറ്റ് ആയിട്ട് പിന്നെ എന്താ പറയാ, നൈറ്റിൽ കുറേ ടൈമിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകും. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് കുറച്ച് എഴുന്നേൽക്കുന്നതുകൊണ്ടാണ് സെഷനിൽ ശരിക്കും മോർണിംഗിൽ കയറാൻ കഴിയാറില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാനൊരു 5:50 എഴുന്നേറ്റത് കൊണ്ട് ആ സമയം മുതലാണ് കേട്ടത്. പക്ഷെ മാമിന്റെ സെഷൻ വളരെ നല്ലൊരു സെഷനായിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മളെ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ കേൾക്കാൻ കഴിഞ്ഞു. നല്ല സെഷൻ, നല്ല ഉഷാറായിട്ട് ഇനി മുന്നോട്ട് പോവട്ടെ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് സീന മാം. പകുതിക്കുന്നാണെങ്കിലും മാം കയറി കേട്ടു, ഫീഡ്ബാക്ക് പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്കും ലൈവിലൊന്നും കയറാൻ പറ്റാറില്ല. ഇനി ഞാനും അങ്ങനെ ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. ലൈവൊക്കെ കണ്ടിന്യൂ ആയിട്ട് കേൾക്കാൻ പറ്റണം എന്നൊക്കെ. റെക്കോർഡ് ഞാൻ എല്ലാം ഒന്നും വിടാതെ കേൾക്കാറുണ്ട്. ലൈവായിട്ട് കേൾക്കണം എന്ന് ഞാനും വിചാരിക്കുകയാണ്. അതെ, ലൈവ് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, ഒന്നാമത് ഈ ഫീഡ്ബാക്ക് ഒന്ന് പരസ്പരം പറയാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ ഞാൻ എന്താന്ന് പറഞ്ഞാല് ഗൾഫിലെ സ്റ്റുഡൻസിന് കുറച്ച് ട്യൂഷൻ ഉണ്ട്. അവർക്ക് ആ ലേറ്റ് ആയിട്ടാണ്, നമ്മളെ ടൈമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ ലേറ്റ് ആയിട്ടാണ് ഉറക്കം വരുന്നത്. അതുകൊണ്ടാണ് ഈ മോർണിംഗ് ചെറിയൊരു പ്രശ്നം വരുന്നത്. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. Excellent morning, madam. താങ്ക് യു പ്രദീപ് സർ.
അപ്പോൾ നല്ല ക്ലാസ് നല്ല ഇഷ്ടപ്പെട്ട് എന്താ പറയണ്ട, ഇങ്ങനെ ജീവിതത്തിൽ ഓരോരോ പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് എവിടെ നിന്നും പറഞ്ഞിരുന്നില്ല, സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ടാവുന്നു. അതിൽ കുറേ പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ജീവിതം പഠനം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ ഈ ഒരു സംഭവം വളരെ നന്നായിട്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയി, മൈൻഡ് ടച്ചായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയണ്ട, എനിക്ക് ഒരുപാട് ഇങ്ങനെ കുറേ ചെറുപ്പത്തിലൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില ഈ സ്റ്റേറ്റ് ആൻഡ് ഫോർവേഡ് അല്ലാത്ത എന്ന് പറയേണ്ട കൂടുതൽ ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയാം, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളെന്തെങ്കിലും നമ്മളിപ്പോൾ പഠനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുണകരം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് ഗുണകരമായിട്ടുള്ള അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലായിട്ട് ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരോടൊക്കെ നമ്മൾ അന്നേരം എന്താ പറയണ്ട ഒഴിവാകാനും പറ്റൂല. അപ്പോൾ അന്നേരം എന്താ ചെയ്യേണ്ടെന്നൊരു നമുക്ക് ഐഡിയാസും ഉണ്ടാകുന്നില്ല. നമുക്കാരും പഠിപ്പിച്ചു തരുന്നില്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം. ഇപ്പോൾ സ്കൂളിലുള്ള പഠനത്തിന് പുറമെ എന്താ പറയണ്ട ഇങ്ങനെ ഒരു സംഭവം. നമ്മളിപ്പോൾ സ്കൂൾ പഠനം കഴിഞ്ഞ് ട്യൂഷന് പോകുന്നു, പക്ഷെ സെയിം അതിനെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് കൂടുതൽ പഠിക്കാനാണ്. പക്ഷെ അങ്ങനെ അല്ലാണ്ട് വേറൊരു സെക്ഷനിലുള്ള ഓരോരോ പാട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. അപ്പം സമൂഹമായിട്ടുള്ള ബന്ധം, ഒരാളോട് എങ്ങനെ പെരുമാറണം, അവർക്ക് എങ്ങനെ റിയാക്ഷൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് പെരുമാറണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം മാരേജിലൊക്കെ എങ്ങനെ കുറേ കാര്യങ്ങൾ വേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ എന്ന് പറയണ്ട അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ലൈഫ് വിഷൻ, ലൈഫ് അക്കാഡമി അങ്ങനെയൊക്കെ എന്ന് പറയേണ്ട ഒരു വിഷനിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ മേഡത്തിൻ്റെ സപ്പോർട്ട് സഹകരണങ്ങൾ ഉണ്ടാവണം. അങ്ങനെ അഡ്വൈസസ് എന്നാൽ ഇപ്പോൾ അഡ്വൈസ് കൊടുക്കുന്ന ചില ആളുകൾ പോലും എന്തൊക്കെയോ സുഖകരമല്ലാത്ത എന്താ പറയണ്ട ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിലാണ് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ എന്താ പറയണ്ട ഓരോന്നും നമ്മൾ ഉൾക്കൊള്ളാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലസ് എന്താ പറയണ്ട ലൈഫ് വിഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ വേണ്ടതുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പം മാഡത്തിൻ്റെ ഈ കാര്യം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. മെനി താങ്ക്സ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് എന്താ പറയാ നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റി. താങ്ക് യു സജന മാം. താങ്ക് യു. നല്ല സെഷൻ ആയിരുന്നു. തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു ഇന്നത്തെ സെഷൻ. എല്ലാവർക്കും കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. മാം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ലൊരു ചിന്തയായിരുന്നു രാവിലെ തന്നെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സജന മാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. ഇനി ആർക്കും പറയാനില്ലെങ്കിൽ. ഇന്ന് മെഹബൂബ് സാറൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അവരുടെ മെസ്സേജും കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി, ഫീഡ്ബാക്ക് പറഞ്ഞു. അപ്പോൾ സെഷനിലോട്ട് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ പിന്നെ സെഷനുമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പൊ താങ്ക് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷവും സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ. എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈഫൊക്കെ നല്ല രീതിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനിയും താങ്ക് യു ക്ലാസ്സുകൾ മാം. ഉണ്ടാവണം മാഡം. അടുത്ത എന്താ ക്ലാസ്സുകൾ സർ? പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നു ഇതേപോലെ ടോപ്പിക്കുകൾ. വേറൊരു താങ്ക് യു സെക്ഷൻ സർ. ഈവനിങ് സെക്ഷനിലും ആവാം. സമയം വരാറുണ്ട്. കിട്ടും. ഇതിപ്പോ എന്റെ 11ാമത്തെ സെഷനാണ്. ഞാൻ ആ വന്നിട്ട് 6 ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 11 സെഷൻ ഇവിടെ തരാൻ പറ്റിയത് നിങ്ങൾ ഓരോരുത്തർ തന്ന സപ്പോർട്ട് സ്നേഹമൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പോകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഫൈസൽ സാറിനോട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഒരു ചാൻസ് തരുന്ന ഫൈസൽ സാറിനോട്, അതുപോലെ ഇതിന്റെ എല്ലാമായിട്ടുള്ള സജന മാമിനോട്, എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഈ അവസരത്തിൽ, നിങ്ങൾ ഓരോരുത്തരോടും.
യു മാം, താങ്ക് യു സോ മച്ച്. ഇനിയും ഓക്കെ കാത്തിരിക്കുകയാണ് ഞങ്ങള്. നിങ്ങളുടെ ഈ വാക്കുകളൊക്കെ തന്നെയാണ് എനിക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ. താങ്ക് യു സോ മച്ച്. നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ. അതെ അതെ. താങ്ക് യു സർ. മെസ്സേജ് കണ്ടു, താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം.